സാഹിബ് എന്നുള്ള പേര് വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. സാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാന പുരസ്സരം വിളിക്കുന്നതാണ്. പക്ഷേ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതുമ്പോഴൊക്കെ AR എന്നുള്ള ചുരുക്കപ്പേരൊക്കെ വിളിക്കുന്നത്. അതെന്താണ് AR എന്ന് പറയുന്നത്? അത് ഞാൻ പത്രപ്രവർത്തനം ആരംഭിക്കുന്നത് 1964 ജൂൺ മുതലേക്കാണ്. അപ്പോൾ അന്ന് പ്രബോധനം വാരികയാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൽ തുടക്കത്തിൽ മാറ്ററുകൾ പലതും പുറത്തുനിന്ന് കിട്ടുമെങ്കിലും അതൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലുണ്ടായിരിക്കില്ല. പിന്നെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലും കുറിപ്പൊക്കെ അതും എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ജ്യേഷ്ഠനുമാണ് കാര്യമായിട്ടുള്ളത് അബ്ദുള്ള സാഹിബ്. ഒന്നിലൊക്കെ അവന് പേര് വെക്കാം, അതിന് അടുത്ത പേജിലും അതേ പേര് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ചുരുക്കപ്പേര് AR എന്ന് എഴുതി. ഇത് പിന്നെ കുറച്ച് കാലമൊക്കെ എഴുതിയപ്പോൾ അതെല്ലാവരും സ്ഥിരപ്പെട്ടപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ അർത്ഥം പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ വ്യക്തിപരമായി അനുസ്മരണങ്ങൾ അതുപോലെ അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊക്കെ പേര് തന്നെ വെക്കും. പൊതുവായ കാര്യങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ ചുരുക്കത്തിൽ. ഈ പത്രപ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അബ്ദുറഹ്മാൻ സാഹിബ് വരുന്നത് മാധ്യമത്തോടു കൂടിയാണ്. ഈ മാധ്യമം വലിയൊരു സാധ്യതയായി അന്ന് ആലോചിച്ചതിൻ്റെ കാരണം എന്താണ്? അന്ന് കേരളത്തിൽ മലയാള മനോരമയും മാതൃഭൂമിയും അതുപോലെ ദേശാഭിമാനിയും പ്രമുഖ പത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന്, കേരളത്തിലെ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എന്ന മുസ്ലിം സമുദായം, അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ അധികം അതിൽ വരാറില്ല. ഒന്ന്, അവർക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല, പക്ഷെ നാഷണലിൽ തന്നെ കേരളത്തിലാണ് കേരളത്തിലെ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും അതൊക്കെയാണ് ധാരാളമായി വരിക. നാഷണൽ ഔട്ട്ലെറ്റില്ല, ഇൻ്റർനാഷണൽ തീരെയില്ല. വേൾഡ് ന്യൂസ് എന്ന് പറയുന്ന സംഗതി എപ്പോഴെങ്കിലും ഒരു കഷണമൊക്കെ വന്നെങ്കിലല്ലേ. അപ്പോൾ ഈ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം കവർ ചെയ്യുന്ന ഇൻ്റർനാഷണൽ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അതുപോലെ അതെ, അതുപോലെ ഒപ്പം ഈ ദളിത് ന്യൂനപക്ഷം ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ. അപ്പോൾ ഞാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന ഞങ്ങൾ ആദ്യമായി സ്ലോഗൻ ഉയർത്തി. അതോടൊപ്പം തന്നെ വാർത്താമാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ് എന്നാണ് ഞങ്ങൾ വഴിത്തിരിവിലൊക്കെ എഴുതി വെച്ചത് തുടരാതെ വേണ്ടിയിട്ട്. അതുപോലെ മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ അങ്ങനെയൊന്നുമല്ല. എല്ലാം വാർത്തകൾ കൊടുക്കുക സത്യസന്ധമായിട്ട്, നമ്മുടെ വീക്ഷണം നമ്മൾ നിലപാട് പേജിൽ എഴുതുക എന്ന ഒരു ആലോചനയിൽ നിന്നാണ് മാധ്യമം തുടങ്ങാൻ പ്രചോദനമായത്. പക്ഷേ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഈ പറയുന്ന കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതൊരു ഇൻഡസ്ട്രിയാണ്. അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടത്തിപ്പിനെ കുറിച്ച് അന്ന് ഒരു വലിയ ധാരണകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പത്രങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിലെ മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പത്രങ്ങളാണ്. അത് എന്തെന്നായാലും നല്ല സാമ്പത്തികമായ ഭദ്രത വേണം, മൂലധനം വേണം. അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പം ജനങ്ങളുടെ ഒരു സഹകരണത്തോടു കൂടി ഒരു ജനകീയ പത്രം എന്ന സങ്കല്പേ ആദ്യം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പത്രം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ പലയിടത്തും അതിൽ ടോപ്പിലുള്ള ആളുകളെ ട്രസ്റ്റ്, ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിലെ ടോപ്പിലുള്ള ആളുകളെ പലയിടത്തും യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടി. പരേതനായ K സിദ്ദീഖ് ഹസൻ സാഹിബാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനെ യോഗം ഇതിനെ വെൽവിഷേഴ്സ് എന്ന് ധരിക്കാവുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പാകെ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് ഗൾഫിൽ അന്ന് മലയാളികളായ ഗൾഫ് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് പത്രങ്ങളൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ഇവിടെ നിന്നുള്ള പത്രം എപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അട കിട്ടും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടൊരു പത്രം വേണം എന്ന് ഞങ്ങൾ അവരെ അവതരിപ്പിച്ചപ്പോൾ അവർ നന്നായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ 1 കോടി 1.5 കോടിയുടെയൊക്കെ ഒരു ബജറ്റ് നിന്നു. പിന്നെ ഇതും പോയി ഈ ഓഫീസ് ചെയ്യുന്ന സ്ഥലം അതിന് ഓണർ അത് വാങ്ങിയ വിലയ്ക്ക് അങ്ങ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ഥലം കിട്ടി, ഇവിടെ ഒരു കെട്ടിടവും ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഇത് ഇപ്പോൾ സാമ്പത്തികം അങ്ങനെ വരുന്നു. പക്ഷേ നമുക്ക് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു കണ്ടന്റിലേക്ക് പോകുമ്പോഴോ അതിന് അത് കൊണ്ടു നടക്കാനുള്ള ടാലൻസ് വേണം. മുഖ്യധാര പത്രപ്രവർത്തന മേഖലയിലുള്ളവരടക്കമുള്ളവർ ഒരു പൂള് ചെയ്താലേ നടക്കുള്ളൂ. അതിന് പക്ഷെ അന്ന് ഒരു ഇത്രയേറെ സാധ്യത ഉണ്ടായിരുന്നു ആളുകൾ. അന്ന് ഇല്ലെങ്കിലും തുടങ്ങാൻ വേണ്ടി ആവശ്യമായ ആളുകളെ പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞങ്ങൾ അന്വേഷിക്കുകയും ചില ആളുകൾ സന്നദ്ധപ്പെടുകയും ചെയ്തു. ആ ആളുകൾ വന്ന് ജോയിൻ ചെയ്തപോലാണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യൂസ് എഡിറ്റർ അന്നില്ല. പിന്നെ മാതൃഭൂമിയിൽ ന്യൂസ് എഡിറ്റർ ട്രെയിനി ആയിട്ട് കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നു, PM ആരിസ്. അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം ഭംഗിയായിട്ട് ആ കാര്യം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആണെങ്കിലും ബാലാരിഷ്ടമുണ്ട്. മികച്ച പത്രങ്ങളോട് കിടപിടിക്കാനൊന്നും ആർദ്രത്തിൽ സാങ്കേതികമായിട്ടൊന്നും കിടയില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു,
മലയാളത്തിൽ അന്ന് പ്രചാരത്തിൽ വന്നിട്ടില്ലാത്ത PTS ആണ് ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചത്. ബെറ്റൽ പ്രിൻറ്റിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൽ കമ്പോസിങ് എന്ന് പറയുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് PTS ലണ്ടനിൽ നിന്ന് 4 മെഷീൻ ഇറക്കുമതി ചെയ്തിട്ട് തുടങ്ങി. പിന്നെ അത് അങ്ങനെ പോയതാണ് പിന്നെ DTP ആയി മാറിയത്. അപ്പോൾ അന്നും അബ്ദുറഹ്മാൻ സാഹിബ് തന്നെയാണോ ഇതിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തെ നയിച്ചത്? അതായത് 2 എഡിറ്റേഴ്സ്, പിന്നെ BK ഹംസ എന്ന എഡിറ്റർ. പക്ഷെ അദ്ദേഹം മാനേജിങ് എഡിറ്ററുടെ സ്വഭാവത്തിലുണ്ടായിരുന്നു. അത് ഉള്ളടക്കത്തിലേക്ക് വല്ലാതെ വരാതെ എന്നെയാണ് എഡിറ്റർ ഇൻചാർജ് ആക്കിയത്. അതുകൊണ്ട് ഞാനത് കൈകാര്യം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. എൻ്റെ ജ്യേഷ്ഠനും ഉണ്ടാവും അസോസിയേറ്റ് എഡിറ്റർ ആയിക്കൊണ്ട്. അപ്പോൾ അന്നത്തെ ഒരു കേരളത്തിലെ വലിയ പ്രമുഖരായ പത്രാധിപന്മാരുടെ ഒരു ശൃംഖലയുടെ തുടർച്ച അന്നുണ്ടായിരുന്നു. അതിലേക്കാണ് അബ്ദുറഹ്മാൻ സാഹിബ് ബാപ്റ്റിലൈസ് ചെയ്തു വരുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു ക്രൗഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നാലും എഡിറ്ററുടെ സ്ഥാനത്തേക്ക്, നമ്മൾ ചീഫ് എഡിറ്റർ സ്ഥാനത്തേക്ക് അന്ന് PK ബാലകൃഷ്ണൻ, അദ്ദേഹം കേരള കൗമുദിയിലൂടെ ഈ രംഗത്ത് വളരെ എഴുത്തുകാരൻ എന്ന നിലയ്ക്കും അദ്ദേഹം ആദ്യം അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കത്തുമായിട്ട് ഞങ്ങൾ പോയി. ബഷീർ സാഹിബിനോട് ആദ്യമേ ഇത് പിന്നെ ചർച്ച ചെയ്തു, ഇങ്ങനെ പത്രം തുടങ്ങുന്നതിൻ്റെ സാധ്യതയെ പറ്റി. അദ്ദേഹം നന്നായി പ്രോത്സാഹിപ്പിച്ചു, നിങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു എഡിറ്റർ, ചീഫ് എഡിറ്ററായിട്ട് അപ്പം ബാലകൃഷ്ണൻ നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞ് കത്തിട്ടുണ്ട്. ആ ലെറ്ററുമായിട്ട് ഞാനും സിദ്ദീഖ് ഹസൻ സാഹിബും കൂടെ പോയി അദ്ദേഹത്തെ കണ്ടു, വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചപ്പോൾ ബഷീറിലെ കത്താണല്ലോ പഴയ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് അധികം കോഴിക്കോട്ട് വന്ന് നിൽക്കാൻ കഴിയില്ല, ഞാൻ തിരുവനന്തപുരം ബ്യൂറോയിൽ നിൽക്കാം, ഇടയ്ക്കൊക്കെ അങ്ങോട്ടും വരാം എന്ന് പറഞ്ഞു. ഞങ്ങളന്ന് അംഗീകരിച്ചു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും പരിചയവും ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം മിശ്രമായിട്ടൊരു പക്തി എഴുതി. അപ്പം ഇതേ പരിഗണനകളിലായിരുന്നോ ഈ മീഡിയ വൺ എന്ന് പറഞ്ഞിട്ടൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം മുമ്പോട്ട് പോയപ്പോൾ പല ന്യൂസ് ചാനലുകൾ വന്നല്ലോ. ആദ്യം ഏഷ്യാനെറ്റ് വന്നു, പിന്നെ ഇന്ത്യ വിഷൻ വന്നു. അങ്ങനെ ചാനലുകൾ പലതും വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് ഇതേ ബേസിൽ, മാധ്യമത്തിൻ്റെ അതേ സ്പേസിൽ ഒരു ന്യൂസ് ചാനൽ വേണം എന്ന താല്പര്യം കൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. പക്ഷെ തുടങ്ങുമ്പോൾ കിട്ടിയ അഡ്വൈസ്, ഈ ന്യൂസ് ചാനൽ സാമ്പത്തികമായി വിജയിക്കില്ല, അപ്പോൾ എൻ്റർടൈൻമെൻറ്റും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാവണം. 50% എൻ്റർടൈൻമെൻറ്റും 50 ന്യൂസും ആവാം എന്ന അഡ്വൈസ് കിട്ടി. പിന്നെ NDTV ആണ് ഞങ്ങൾ കാര്യത്തിലെല്ലാം കൺസൾട്ട് വെച്ചത്. ഏതായാലും പക്ഷേ മുമ്പോട്ട് പോയപ്പോൾ 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് രണ്ടും നടക്കില്ല, രണ്ടും കൂടി ഒരിക്കലും നടക്കില്ല. കാരണം സുപ്രധാന സംഭവം വരികയാണ്, ആ സമയത്ത് ന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നമ്മളിവിടെ എൻ്റർടൈൻമെൻറ്റ് പരിപാടി വരുത്ത ആളുകൾ ആണില്ല. അപ്പോൾ രണ്ടും കെട്ട നിലയിൽ ഒരു ഒരു ചാനൽ നടക്കില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് പിന്നെ അത് ഉപേക്ഷിച്ച് ഇത് കേവലം ന്യൂസ് ചാനലാക്കാം എന്ന് വെച്ചത്. ഇപ്പോൾ ഈ 2 പരീക്ഷണങ്ങളിലും ഒരു മാധ്യമ മേഖലയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ സാമ്പത്തികമായിട്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയായോ? അത് തുടക്കത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായും, എങ്കിലും ആളുകളുടെ സഹകരണത്തോടു കൂടി അത് ഓവർകം ചെയ്തുകൊണ്ട് പോയിരുന്നു. പിന്നീട് ഗൾഫിൽ നല്ല സാധ്യത ഉണ്ട് എന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ ഗൾഫിലെ ആളുകൾ, മലയാളികൾക്കൊക്കെ പത്രം കിട്ടും. ഞാൻ പറയൽ നേരത്തെ വൈകിട്ട് തപ്പാലൂടെ കിട്ടുന്നതാണ്. എയർമെയിലാണെങ്കിൽ പോലും ഒരാഴ്ചയൊക്കെ വൈകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കിതിനെ അടിച്ചിറക്കാവോ എന്നൊരു പരീക്ഷണം. അപ്പോൾ VK ഹംസ സാഹിബ് ബഹ്റൈനിൽ പോയി ആദ്യമായിട്ട്. അപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂഷനുള്ള സംവിധാനമാണ് അന്വേഷിച്ചത്. പക്ഷേ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു, അൽ അഖ്ബാറുല്യം എന്ന് വെച്ചാൽ പറയുന്നത്. ആ പത്രത്തിൻ്റെ ചെയർമാനുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെന്താ വിതരണത്തെ പറ്റി മാത്രം ആലോചിക്കുന്നത്, എന്താ അടിച്ചാൽ അത് ഗവൺമെൻറ് പോളിസിയുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ അദ്ദേഹം ഉറപ്പ് നൽകിയപ്പോൾ നാം പിന്നെ പരീക്ഷ അങ്ങനെ നടത്താം എന്ന് വെച്ചു. അങ്ങനെ ബഹ്റൈനിൽ നിന്ന് എഡിഷൻ തുടങ്ങി. പിന്നെ ദുബൈയിൽ നിന്ന്, പിന്നെ സൗദി അറേബ്യയിലെ ജിദ്ദ, റിയാദ്, ദമാം, അതുപോലെ ഖത്തറിലെ ദോഹ, പിന്നെ കുവൈത്ത്, പിന്നെ മസ്കത്ത്, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പത്രം അടിക്കുക. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം കൂടെ ആകാത്ത പത്രം മാധ്യമമാണ് ആദ്യം ഇറങ്ങുന്നത്. പിന്നെ മറ്റു പത്രങ്ങളൊക്കെ എഡിഷൻ തുടങ്ങി. അത് സാമ്പത്തികമായി ഗുണം ചെയ്തു. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ പ്രൈസ് നോക്കിയാൽ പത്രത്തിൻ്റെ അന്നത്തെ വിലയുടെ എത്ര ഇരട്ടി ഉണ്ടാവും, ഒരൊറ്റ ദിർഹമോ റിയാലോ വാങ്ങാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം കൊണ്ട് സാമ്പത്തികമായി കുറേ മെച്ചപ്പെട്ടിരുന്നു അന്ന്. അപ്പോൾ ഈ പറഞ്ഞ എഫേർട്സ് ഒക്കെ നടക്കുമ്പോൾ, ശ്രമങ്ങളൊക്കെ നടക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് പൊതുവെ ഒരു വിവക്ഷ. അതെ, അങ്ങനെയായിരുന്നു അത് പത്രം തുടങ്ങിയപ്പോൾ എന്ത് പറഞ്ഞാലും അതിന് തുടങ്ങാൻ ആൾ വേണം. ആ ട്രസ്റ്റ് ഉണ്ടാക്കി.
ആ ട്രസ്റ്റിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് നേർക്കേറെ വരാവുന്ന ആളുകൾ 2-3 ആളുകളേ ഉള്ളൂ. പക്ഷേ അതിനുള്ള അനുഭാവവും സഹകരണവും ചെയ്യാനുള്ള ആളുകളെല്ലാം ചേർത്തുകൊണ്ടാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയത്, ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റ്. പക്ഷേ മീഡിയ വൺ തുടങ്ങുന്ന സമയത്ത് അതൊന്നും പരിഗണിച്ചില്ല. അതിൻ്റെ വ്യക്തമായ ഈ മാധ്യമത്തിൻ്റെ പോളിസിയും തന്നെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചാനൽ തുടങ്ങാൻ പോകുന്നുവെന്ന് ജനങ്ങളോട് പറയുകയും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളിൽ നിന്ന് അതിന് ഷെയർ പിരിക്കുകയും ചെയ്തു. അത് ഷെയർ കമ്പനിയാണ്, പിന്നെ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് പിരിപ്പിച്ച് ആണ് നടത്തിയത്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാണ് തുടങ്ങിയത്.